നേടിവെച്ച പണമൊന്നും ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ നമ്മളെ സഹായിക്കില്ല. നമ്മൾ കോടാനുകോടികൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ നിമിഷം അതേതാണ്? മരണം. ഈ ഭൂമിയോട് യാത്ര പറയേണ്ട നിർണായകമായ നിമിഷത്തിൽ കരുതി വെച്ചിരിക്കുന്ന ധനമൊന്നും നമുക്കൊരാർക്കും ബലമായിട്ട് മാറില്ല. ഈശോ മിശിഹായിലേറ്റം സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിലൂടെ സ്വർഗീയ നിക്ഷേപങ്ങളുടെ ഉടമകളാകാനായിട്ട് ഈശോ നമ്മളെ വിളിക്കുകയാണ്. ഈ വചനഭാഗം മലയിലെ പ്രസംഗത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. മലയിലെ പ്രസംഗം ഈശോ ആരംഭിക്കുന്നത് തന്നെ ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവരുടേതാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. ആത്മാവിൽ ദരിദ്രൻ്റെ സ്വന്തമായ സ്വർഗം. ഈ സ്വർഗത്തിൽ കണ്ണുവെച്ച് ജീവിക്കാൻ പഠിപ്പിക്കുന്ന ഈശോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ്, ഭൂമിയിൽ നിക്ഷേപങ്ങളൊന്നും കരുതി വയ്ക്കരുത്. അച്ഛനങ്ങ് പള്ളി പറഞ്ഞാൽ മതിയല്ലേ, പൈസയില്ലാതെ ആർക്കാച്ച ജീവിക്കാൻ പറ്റുക? പണമില്ലാതെ ജീവിക്കാനായിട്ട് പറ്റാത്തൊരു കാലം. അതുകൊണ്ട് തന്നെ പള്ളി നിന്നുകൊണ്ട് തന്നെ പറയുന്നത് ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. എന്താണ് കർത്താവ് പറഞ്ഞു തരുന്നത്? നിന്റെ നിക്ഷേപം പണത്തിലായിട്ട് മാറരുത്. പണം ഒരു ലക്ഷ്യമാണ് ആയിട്ടൊരിക്കലും മാറരുത്. പണം ലക്ഷ്യമല്ല, മറിച്ച് അതൊരു മാർഗം മാത്രമാണ്. നമുക്കിന്ന് പണമെന്ന് പറയുന്നത് ലക്ഷ്യമായിട്ട് മാറി. ഒരിക്കലും ജീവിതത്തിൽ ഒരുവൻ്റെ ജീവിതത്തിൻ്റെ നടുവിൽ പണം ആത്യന്തികമായ ലക്ഷ്യമായിട്ട് മാറിയാൽ പിന്നെ ജീവിതം താറുമാറായിട്ട് മാറുകയാണ്. പണം നമുക്കൊരു മാർഗമാണ്. ശരിയാണ്, നമുക്ക് ആർക്കും ഇന്ന് പണമില്ലാതെ ജീവിക്കാനായിട്ട് കഴിയുന്നൊരു ലോകത്തല്ല ജീവിക്കുന്നത്. എന്നും ഓർത്തിരിക്കുക, നേടിവെച്ച പണമൊന്നും ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ നമ്മളെ സഹായിക്കില്ല. നമ്മൾ കോടാനുകോടികൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ നിമിഷം അതേതാണ്? മരണമാണ്. ഈ ഭൂമിയോട് യാത്ര പറയേണ്ട നിർണായകമായ നിമിഷത്തിൽ കരുതി വെച്ചിരിക്കുന്ന ധനമൊന്നും നമുക്കൊരാർക്കും ബലമായിട്ട് മാറില്ല. നമ്മളിന്ന് ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് ഈ മരണത്തിൻ്റെ നിമിഷങ്ങളിലാണ്. 80 വയസ്സുള്ള വല്യപ്പച്ചനെയും 100 വയസ്സുള്ള വല്യമ്മയെയും ഒക്കെ നമ്മൾ ICUയിൽ കിടത്തി ചികിത്സിക്കുകയാണ്. സഭ ഒരിക്കലും ഒരു എക്സ്ട്രാ ഓർഡിനറി ചികിത്സ ആർക്കും കൊടുക്കാൻ പറയുന്നില്ല കേട്ടോ. ആ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നറിയാമോ? നമ്മൾ ഈ മരണമെന്ന യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചിട്ട് ഈ പ്രായമാകുന്ന മരിക്കുന്ന മനുഷ്യരെയൊക്കെ ആ ആശുപത്രിയുടെ മുറിയിലേക്ക് മാറ്റിയിട്ട് അവർക്കൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പഠിക്കണം. നമ്മുടെ ചിന്തകളൊക്കെ ഒന്ന് മാറേണ്ടിയിരിക്കുകയാണ്. എന്നിട്ട് അവസാനം മരിച്ച അപ്പനെയും അമ്മയെയും തന്നിട്ട് ഹോസ്പിറ്റലുകാരൊരു ബില്ല് തരുമ്പോൾ നമ്മൾ അവരെ ചീത്ത വിളിക്കും. കൊടുക്കേണ്ടത് കൊടുത്തു വിടണം. അന്ത്യനിമിഷങ്ങളിൽ അവർക്ക് വേണ്ടത് ഈ കുറേ കുഴലുകളുടെയും കുറേ അപസ്വരങ്ങളുടെയും നടുവിലൊരു ജീവിതമല്ല. കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകളുടെ മൃദുസ്വരം കേട്ടുകൊണ്ട് വേണം അവരൊക്കെ ഭൂമിയോട് യാത്ര പറയാനായിട്ട്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് ഒരാളുടെ മരണത്തിൻ്റെ നിമിഷത്തിൽ മാത്രമാണ്. തിരിച്ചു കിട്ടില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും നമ്മളിങ്ങനെ പണം മുടക്കുകയാണ്. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ വിധിക്കും ദൈവത്തിൻ്റെ നീതിക്കും ദൈവത്തിൻ്റെ സമയത്തിനും വേണ്ടി നമ്മളെ തന്നെ വിട്ടുകൊടുക്കാൻ നമുക്കിനിയും മനസ്സ് വന്നിട്ടില്ല. കാരണം പിടിച്ചടക്കിയതൊക്കെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മളൊക്കെ നിസ്സഹായരായിട്ട് പോകും. അതുകൊണ്ട് ഓർത്തിരിക്കണം, തേടി വെച്ചതൊന്നും ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ നമ്മളെ സഹായിക്കില്ല. അതൊക്കെ നമ്മൾ കൈവിട്ടിട്ട് പോകണം.
ഈ തിരിച്ചറിവുണ്ടാകണമെങ്കിലാണ് ഈശോ പറഞ്ഞത്, നിന്റെ കണ്ണ് തെളിമയുള്ളതാകണം. ഈ ഭൂമിയുടെ നിക്ഷേപങ്ങൾ നിനക്ക് നിത്യതയല്ലെന്നൊരു ബോധമുണ്ടാകണമെങ്കിൽ കണ്ണിന് തെളിമയുണ്ടാകണം, കാഴ്ചയുണ്ടാകണം. എന്താണ് ഈ കാഴ്ചയുണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് മനോഹരമായിട്ട് പഠിക്കാൻ കഴിയും. പൗലോസ് എന്ന മനുഷ്യനിൽ നിന്നും സാവൂള് പൗലോസായിട്ട് മാറുന്ന മനോഹരമായൊരു അനുഭവമുണ്ട്. സാവൂൾ നമുക്കറിയാം, ജെറൂസലേമിൽ ആദിമസഭയിൽ ക്രൈസ്തവരെ പീഡിപ്പിക്കാനായിട്ട് അധികാരം വാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ജെറൂസലേമിലേക്ക് യാത്ര പോകുന്നത്. കുതിരപ്പുറത്ത് പോകുന്ന ഒരാൾ ആ കുതിരപ്പുറത്ത് നിന്നും താഴെ വീഴുകയാണ്. ദൈവം അവനെ വെറുമൊരു സ്വരമായിട്ട് കണ്ടെത്തുകയാണ്. അതിശക്തനെന്ന് കരുതുന്നവനെ ദൈവം നേരിടുന്നത് അവൻ്റെ സ്വരത്തിലൂടെയാണ്. അധികാരത്തിൻ്റെയും പ്രൗഢിയുടെയും ഒക്കെ ആൾരൂപമായിട്ട് സാവൂൾ യാത്ര ചെയ്യുമ്പോൾ സാവൂളിനെ ഒരു മൃദുസ്വരമായിട്ട് ദൈവം കണ്ടുമുട്ടുകയാണ്. ഇതാണ് ദൈവം മനുഷ്യനെ കണ്ടുമുട്ടുന്ന വഴിയെന്ന് പറയുന്നത്. അധികാരത്തിൻ്റെയും നേട്ടങ്ങളുടെയും ഗർവിൽ ജീവിക്കുന്നവരെ ദൈവം കണ്ടുമുട്ടുന്നൊരു മൃദുസ്വരമായിട്ടാണ്. സാവൂള്, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? സാവൂളിൻ്റെ മറുപടി എന്താ? നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ നീ പീഡിപ്പിക്കുന്ന മിശിഹായാണെന്ന് പറഞ്ഞുകൊണ്ട് സാവൂളിനൊരു തിരിച്ചറിവ് കൊടുക്കുന്നവൻ അവൻ്റെ കണ്ണുകളെ അന്ധമാക്കുകയാണ്. അറിവിൻ്റെയും കഴിവുകളുടെയും നേട്ടങ്ങളിൽ താൻ ഗമാലിയേലിൻ്റെ ശിഷ്യനാണെന്നുള്ളൊരു അഹന്തയുടെ ബോധത്തിൽ ജീവിക്കുന്ന ഒരാൾ അന്ധനാകുമ്പോൾ, ഒരു സ്വരത്തിൻ്റെ മുമ്പിൽ അന്ധനാകുമ്പോൾ അയാൾ തിരിച്ചറിയുന്നു യഥാർത്ഥത്തിൽ എന്താണ് ജീവിതമെന്ന്. എന്നിട്ട് പിന്നീട് ആ മനുഷ്യൻ കുറിച്ചു വയ്ക്കുകയാണ്, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. ഞാൻ എല്ലാത്തിനെയും ഉച്ഛിഷ്ടം പോലെ കരുതുന്നു. ഒരിക്കൽ ഗമാലിയൻ്റെ ശിഷ്യനെന്നുള്ള അഹന്തയുടെയും അഭിമാനബോധത്തിലും ജീവിച്ച ഒരാൾ പിന്നീട് ഇങ്ങനെ തന്നെ എഴുതി വയ്ക്കുന്നു, ഞാൻ മിശിഹായെക്കുറിച്ചുള്ള അറിവിൽ എല്ലാത്തിനെയും ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. ഇതാണ് ഒരാൾക്ക് കാഴ്ചയുണ്ടാവുക എന്ന് പറഞ്ഞാൽ. സ്വർഗീയ നിക്ഷേപത്തിലേക്ക് ഞാനും നിങ്ങളും നടന്നെടുക്കണമെങ്കിൽ ഈ കാഴ്ച നമുക്കൊന്ന് തെളിഞ്ഞു കിട്ടണം. കണ്ണിൻ്റെ കാഴ്ച എനിക്കപ്പുറത്തേക്ക് ആത്മാവിനൊരു തെളിവ് കിട്ടുമ്പോഴാണ് നമുക്കിനി ഈ സ്വർഗീയ നിക്ഷേപത്തിൻ്റെ മനുഷ്യരാകാൻ കഴിയും. അതുകൊണ്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുകയാണ്. ഞാൻ തേടി വെച്ചതൊന്നും എൻ്റെ നിർണായക നിമിഷത്തിൽ എനിക്ക് അനുഗ്രഹവും സഹായവുമാകില്ല. ഞാനിനി തേടേണ്ടിയിരിക്കുന്നത് ഈ സ്വർഗീയമായ നിക്ഷേപത്തെയാണ്. ഒരു വൈദികൻ അദ്ദേഹത്തിൻ്റെ അപ്പനെക്കുറിച്ച് പങ്കുവച്ച അനുഭവം ഓർക്കുകയാണ്. ആ അപ്പൻ പെട്ടെന്ന് മരണമടയുകയാണ്. ഒരു ദിവസം നിന്നനിപ്പിൽ വയ്യാതാകുന്നു. പിറ്റേ ദിവസം അദ്ദേഹം ഈ ഭൂമിയോട് യാത്ര പറയുകയാണ്. അപ്പൻ്റെ സംസ്കാരമൊക്കെ കഴിഞ്ഞു വന്ന് മക്കൾ അപ്പൻ ഉപയോഗിച്ച മേശയും അവിടെ ഇരുന്ന ഡയറിയൊക്കെ ഇങ്ങനെ വെറുതെ എടുത്ത് മറച്ചു നോക്കുമ്പോൾ അതിൽ ഒരു ഡയറിക്കകത്ത് കവറിലിട്ട് ഇങ്ങനെ പൈസ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആർക്കോ കൊടുക്കാനാണെന്ന് ഈ മക്കൾക്ക് നല്ല ഉറപ്പായി. ഒരമ്മയോട് ചോദിച്ചത് ആർക്കാണ്, ആർക്കെങ്കിലും അപ്പം കൊടുക്കാനുണ്ട്. അമ്മ ഉറപ്പിച്ചു പറഞ്ഞു, ആ മനുഷ്യൻ ആർക്കും 1 രൂപ പോലും കൊടുക്കാനില്ല. ആർക്കെങ്കിലും കൊടുക്കാൻ അദ്ദേഹം കരുതി വെച്ചിരിക്കുന്നതാകാം. എല്ലാ മാസവും ഇങ്ങനെ ആ ഡയറിക്കകത്ത് ഞാനത് കാണുന്നുണ്ട്. ഞാനിതുവരെ ചോദിച്ചിട്ടില്ല. ഏതായാലും ആ മാസം എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല അത് അവരവിടെ തന്നെ വെച്ചു. പിന്നീട് ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഈ അച്ഛൻ ഒരു പള്ളിയിൽ കുർബാനയ്ക്ക് ഒരു തിരുനാളിന് പ്രസംഗിക്കാനായിട്ട് പോയതാണ്. അച്ഛൻ പ്രസംഗം കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ ആ പള്ളിയിലെ വികാരി അച്ഛന് നന്ദി പറയുകയാണ്. അച്ഛൻ പെട്ടെന്ന് അത്ഭുതപ്പെടുകയാണ്. നന്ദി പറയുന്നത് അച്ഛനല്ല, ഈ പ്രസംഗം പറഞ്ഞ അച്ഛൻ്റെ അപ്പനാണ് നന്ദി പറയുന്നത്. അച്ഛൻ വളരെ കൗതുകത്തോടെ കേൾക്കുന്നുണ്ട്. കാരണം എന്തേ ഈ അച്ഛൻ എനിക്ക് നന്ദി പറയുന്നുണ്ട്, തൻ്റെ അപ്പന് നന്ദി പറയുന്നു. എന്നിട്ട് അച്ഛൻ അവിടെ നിന്ന് പറയുകയാണ്, ഞാനിന്ന് പുരോഹിതനായിട്ട് ഈ ബലിപീഠത്ത് നിൽക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്നെ സഹായിച്ച് ഈ ബലിപീഠത്തേക്ക് വളർത്തിവിട്ടത് ഈ അച്ഛൻ്റെ അപ്പനാണ്. ഇന്ന് നമ്മളോട് വചനം പങ്കുവെച്ച ബഹുമാനപ്പെട്ട അച്ഛൻ്റെ അപ്പനാണ് എന്നെ എൻ്റെ ഇല്ലായ്മയിൽ എൻ്റെ പഠനകാലത്ത് എനിക്ക് സഹായമായിട്ട് എൻ്റെ പഠനാവശ്യങ്ങളൊക്കെ നിറവേറ്റിയത് ഈ അച്ഛൻ്റെ അപ്പനാണെന്ന് ആ വികാരി അച്ഛൻ വിളിച്ചു പറയുകയാണ്. ഈ അച്ഛൻ പോലും ആ നിമിഷമാണ് അറിയുന്നത്, എൻ്റെ അപ്പൻ
ഇങ്ങനെ ഒരാളെ പൗരോഹിത്യത്തിലേക്ക് വളർത്തിയെന്ന്. അവിടെ നിന്നുകൊണ്ട് ആ പുരോഹിതൻ തന്നോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: എന്നായിരിക്കും നേടിവെച്ചതൊക്കെ ബലിപീഠത്തിൽ ഓർമ്മിക്കപ്പെടുന്നതാകുന്നത്? എന്നായിരിക്കും ഞാനും നിങ്ങളുമൊക്കെ നേടിവെച്ചിരിക്കുന്നത് ബലിപീഠത്തിൽ ഓർക്കപ്പെടുന്നതാകുന്നത്? നമുക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. എന്തൊക്കെ നേടിവെച്ചിട്ടുണ്ടോ? എന്തൊക്കെ നമുക്കെന്ന് പറഞ്ഞ് നമ്മൾ കരുതി വെച്ചിട്ടുണ്ടോ? മാർഗമാകേണ്ടത് ലക്ഷ്യമാക്കി ജീവിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കരുതേ, നീ എന്നെ ഓർക്കണമെന്ന് നമുക്കതുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാം. തേടി വെച്ചതെല്ലാം ബലിപീഠത്തിൽ ഓർമ്മിക്കപ്പെടുവാൻ മാത്രം യോഗ്യതയുള്ളതായിട്ട് മാറുവാൻ നമുക്ക് ഈ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.